പ്രിയമുള്ളവരെ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ആര് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ തകൃതിയായി നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം KPCC 3 പേരുകളിലേക്ക് എത്തുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 3 പേരുകളിലേക്ക് എത്തുന്നു എന്ന ഒരു നിഗമനവും ഒരു വാർത്തയും ഒക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ 3 പേരുകളിൽ ഒന്ന് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റും MP-യുമായ ഷാഫി പറമ്പിലാണ്. രണ്ടാമത്തെ പേർ സംസ്ഥാന വൈസ് പ്രസിഡന്റും MLA-യുമായ മാത്യു കുഴൽനാടനാണ്. മൂന്നാമത്തെ പേർ മുൻ UDF കൺവീനറും MP-യുമായ ബെന്നി ബെഹന്നാനാണ്. ഇവരിൽ 3 പേരിൽ ഒരാളായിരിക്കും KPCC പ്രസിഡന്റ് എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അങ്ങനെ ഉള്ള ഒരു നിഗമനത്തിലേക്കാണ് അവരെത്തുന്നത്. നേരത്തെ ആന്റണിയുടെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും ഒക്കെ പേരുകൾ ഇതുമോടനുബന്ധിച്ച് പുഴങ്ങിക്കേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ 3 പേരുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എത്തുന്നു എന്നതാണ് അവസാന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും KC വേണുഗോപാലിൻ്റെ ഒരു നിലപാട് ഇതിൽ നിർണായകമാണ്. പക്ഷേ KCയെ സംബന്ധിച്ച് ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും ഒന്നുപോലെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണ്. രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മാത്യു കുഴൽനാടൻ വ്യക്തമായി തന്നെ KC വേണുഗോപാലിനെ പിന്തുണച്ചിരുന്നു. അദ്ദേഹം സതീശനെ പരോക്ഷമായി എതിർത്തുകൊണ്ട് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകളും മറ്റും ഇട്ടിരുന്നു. അത് ഒരുപക്ഷെ മാത്യു കുഴൽനാടൻ തിരിച്ചടിയായേക്കാം എന്ന ചില നിഗമനങ്ങൾ വരുന്നുണ്ട്. കാരണം സംസ്ഥാന മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരുപക്ഷെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, ഒരുപക്ഷെ അല്ല തീർച്ചയായും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി VD സതീശൻ്റെ അഭിപ്രായം തേടിയേക്കാം, ആരായിരിക്കണം KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരുപക്ഷെ മാത്യു കുഴൽനാടനെ നിർദ്ദേശിക്കുവാൻ സതീശന് മുതിർന്നേക്കില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലേക്ക് ആ നറുക്കു വീഴും എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ അണികളെ സംബന്ധിച്ചും അവർ ഷാഫി പറമ്പിലിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ ഒക്കെ വരുന്നത്. നേരത്തെ പറഞ്ഞു കേട്ട മറ്റു 3 പേരുകൾ, ആന്റണി, അദ്ദേഹത്തെ പ്രിയങ്ക ഗാന്ധി അനുകൂലിച്ചിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ പിന്തുണച്ചിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു. അടൂർ പ്രകാശിന് ശിവഗിരി മഠത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരുകളും ഇപ്പോൾ ലിസ്റ്റിലില്ല എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ആസൂത്രണത്തിൻ്റെയൊക്കെ അപ്പുലോസ്തനാണ്. അത്രമേൽ മനോഹരമായ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങലായാലും കോന്നിയായാലും ഒക്കെ അത് LDFൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. തൻ്റെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് പവർ കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രത്യേകിച്ചും മണ്ഡലം പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ് എന്നിവരെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോയുള്ള ഒരു ഇലക്ഷൻ തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് എന്തോ പരിഗണിക്കപ്പെടാതെ പോയത് നിർഭാഗ്യകരമായി എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ടെങ്കിലും ഷാഫി പറമ്പിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ പ്രവർത്തകരെയൊക്കെ ഏകോപിക്കുവാൻ കഴിയുന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളെ, പാർട്ടി മീറ്റിങ്ങുകളെയും ഒക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള വിശകലനങ്ങളുമൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതും അദ്ദേഹത്തിന് നേട്ടമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നും, മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നത് നേരത്തെ പ്രസിഡൻ്റായിരുന്ന സണ്ണി ജോസഫ്. അദ്ദേഹം ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം കത്തോലിക്കനാണ്. അതേ ഒരു സഭയിലെ അംഗം എന്ന രീതിയിലുള്ള ഒരു പരിഗണന പോയാൽ മാത്യു കുഴൽനാടന് സംഭവങ്ങൾ അനുകൂലമായി മാറും. അദ്ദേഹം KPCC പ്രസിഡന്റ് ആകും എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ മന്ത്രിസഭയിലുള്ള രമേശ് ചെന്നിത്തല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ KPCCയും മന്ത്രിസഭയും തമ്മിൽ ഒരു ഏകോപനത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടുപോകാൻ സാധ്യതയുണ്ട് എന്നൊരു വിശകലനം KPCCയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ KPCC പുനഃസംഘടിപ്പിച്ച് ഭാരവാഹികളൊക്കെ ചുമതലയേക്കണം എന്ന ഒരു ചർച്ചയും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് എന്ന രീതിയിലാണ് നിഗമനങ്ങളൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഒട്ടുമിക്ക എല്ലാ മന്ത്രിമാരും രമേശ് ചെന്നിത്തല ഒഴിച്ച് വളരെ ചെറിയൊരു ടൈമിൽ മാത്രമാണ് കെ മുരളീധരൻ മന്ത്രിയായിരുന്നത്. അദ്ദേഹം ഐക്യാനണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. കുറച്ച് നാളുകൾ, 1-2 ആഴ്ച, അതിനുശേഷം അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമായി. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ KPCCയുമായ ഒരു ഏകോപനത്തിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ KPCCയുടെ ഒരു സ്ഥാനാരോഹണം ഉണ്ടാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിലൊക്കെയും നിലച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരു യുവജന പ്രാമുഖ്യത്തിന് പ്രാധാന്യം നൽകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പ്രാമുഖ്യം അവർ നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും ഒക്കെ യുവാക്കൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട ഒരു ലിസ്റ്റാണ് KPCCയും ഒപ്പം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ നീണ്ടകാല മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊന്നും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചില്ല. അദ്ദേഹം സ്പീക്കറായി ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരു യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റായിരിക്കും ഇനിയും ഉണ്ടാകുക, KPCCയിലും ഉണ്ടാകുക എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ്. അദ്ദേഹം ഒരുപക്ഷെ KPCCയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനത്തുണ്ടാകും. വർക്കിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എന്നീ പദവികളിൽ ഏതെങ്കിലും ഉണ്ടാകും എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹവുമായി വളരെ ഹൃദയബന്ധമുള്ള ഷാഫി പറമ്പിലാണ് KPCCയുടെ അധ്യക്ഷനാകുന്നതെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കോൺഗ്രസ് അവരുടെ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടായ ആ മേൽക്കൈ നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ അത് KPCC ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിൻ്റെ നേതൃഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതെയാണ് കോൺഗ്രസ് ആകമാനം യു ഡി എഫ് വിജയിച്ചെത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ 2021 LDF വലിയ വിജയം നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് സിറ്റിംഗ് സീറ്റുകൾ 99 സീറ്റുകൾ LDF നേടിയ അധികാരത്തിൽ വന്നുവെങ്കിലും അവർക്ക് കുണ്ടറ, കരുനാഗപ്പള്ളി മുതലായ സിറ്റിംഗ് സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ 2026 കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ അവർക്ക് സിറ്റിംഗ് സീറ്റുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 102 സീറ്റുകളിലേക്ക് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു യുവാക്കൾക്കും അതുപോലെ കുറച്ചുകൂടി ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു KPCC ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ ഒരു തലമുറ അത് കൊഴിഞ്ഞു പോകും, ഒരു പുതിയ തലമുറ സ്ഥാനാരോഹണങ്ങളിലേക്ക് വരും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ വരുന്നത്. ഒരുപക്ഷെ അടൂർ പ്രകാശും അതുപോലെ രാജ്മോഹനും ഉണ്ണിത്താനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പഴയ തലമുറയുടെ സാന്നിധ്യം ഒരുപക്ഷെ നേതൃനിരയിൽ നിന്നും അപ്രതീക്ഷിതമായേക്കാം എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു പുതുതലമുറ കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് എത്തപ്പെട്ടേക്കാം എന്ന ചർച്ചകൾ വരികയാണ്. മാത്യു നാടനായാലും ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഒരാൾ KPCC പ്രസിഡന്റ് ആയാൽ ഒരുപക്ഷെ മറ്റൊരാൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാകും. ജനങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലേക്ക് കൂടുതൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ജൻസികളെ ലക്ഷ്യം വയ്ക്കുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എല്ലാ സംസ്ഥാന കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടി ഇതോടനുബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ജൻസികൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം 10-25% വരും. 17 തൊട്ട് 29 വയസ്സ് വരെയുള്ള ആളുകൾ. അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വ്യക്തമായ ചില സൂചനകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന ചർച്ചയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ KPCCയുടെ പുതിയ കമ്മിറ്റിയിൽ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കും എന്ന ചില നിഗമനങ്ങളും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിഗമനങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.